നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. അപ്പോൾ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം, അക്ബർ കക്കട്ടിൽ എഴുതിയ മനോഹരമായ ഒരു കഥയാണ്. ആ കഥയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. കഥാപാത്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു കഥാകൃത്ത് എന്ന് പറയുന്ന കഥാകൃതം. അപ്പോൾ കഥാകൃത്ത് എന്നുള്ള കഥാപാത്ര നിരൂപണമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്ന പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമാണ് കഥാകൃത്ത്. കഥാകൃത്ത് എന്ന കഥാപാത്രത്തിന് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഒരു കഥാപാത്രത്തിന് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഒന്ന്, കഥാപാത്രത്തിന് കഥയിലെ സ്ഥാനം, കഥാപാത്രത്തിന്റെ വേഷം, രൂപം, ഭാഷ, പെരുമാറ്റം. അടുത്തത് കഥാപാത്രത്തിന്റെ സ്വഭാവമാണ്, കഥാപാത്രത്തിന്റെ സ്വഭാവം. പിന്നെ കഥാപാത്രത്തിന് കഥയിലെ സ്ഥാനം പറഞ്ഞു, വേഷം, രൂപം, ഭാഷ, പെരുമാറ്റം, സ്വഭാവം. സമാന സ്വഭാവമുള്ള കഥാപാത്രം. മറ്റേതെങ്കിലും കഥാപാത്രത്തിന് സമാന സ്വഭാവം ഉണ്ടോ? നിങ്ങൾ വായിച്ച കഥകളിൽ ഏതെങ്കിലും സമാന സ്വഭാവം ഉണ്ടോ എന്ന് പറയാം. പിന്നെ എന്ത് പറയാടാ? പിന്നെ നിങ്ങളുടെ അഭിപ്രായം. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് തരാം കഥാപാത്ര നിരൂപണം എഴുതണം. നമുക്ക് എന്ത് ചെയ്യാം? കഥാകൃത്തിന്റെ കഥാപാത്ര നിരൂപണം വായിച്ചു നോക്കാം. അക്ബർ കക്കട്ടിലെ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന കഥയിൽ കഥാകൃത്ത് തന്നെയാണ് കേന്ദ്ര കഥാപാത്രം. കിണറ്റിൽ വീണ പൂച്ചയെ കണ്ടപ്പോൾ കഥാകൃത്ത് അനുഭവിക്കുന്ന നിസ്സഹായത പ്രകടമാണ്. പൂച്ചയെ രക്ഷിക്കാൻ തിയറി അറിയാമെങ്കിലും പ്രാക്ടിക്കൽ അറിയാത്തതിനാൽ പ്രശ്നപരിഹാരത്തിന് അദ്ദേഹം മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. സമൂഹത്തിലും വീടുകളിലും ഒരു സാംസ്കാരിക നായകൻ എന്ന പ്രതിച്ഛായ നിലനിർത്താൻ അദ്ദേഹം വളരെ ശ്രദ്ധാലുവാണ്. പൂച്ചയെ രക്ഷിക്കാൻ കഴിയാത്ത തന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. ഈ കഥയിലൂടെ അദ്ദേഹം സ്വയം വിമർശനവും നടത്തുന്നുണ്ട്. തിയറി മാത്രം അറിയുന്ന പ്രായോഗിക ജ്ഞാനമില്ലാത്ത പ്രസംഗ തൊഴിലാളികളെ കഥാകൃത്ത് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് എന്ത് ചെയ്യുന്നു? സാമൂഹ്യപരമായ ഒരു വിമർശനം കൂടി നൽകുകയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കഥാകൃത്ത് എന്നുള്ള കഥാപാത്രം ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും വായിച്ചുള്ള അറിവുകൾ മാത്രം പോരാ, കുറച്ചൊക്കെ എന്ത് വേണം? അതൊക്കെ പ്രായോഗികമായി ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുക, അത് നേരിടാൻ വേണ്ടി കൂടി ആർക്ക് പറ്റണം? ഇത്തരം അറിവുള്ള ആളുകൾക്ക് പറ്റണം എന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വിമർശനം കൂടി പറഞ്ഞുകൊണ്ട് കഥാകൃത്ത് എന്നുള്ള ഒരു കഥാപാത്രം എന്ത് ചെയ്യുന്നു? നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഈ രീതിയിലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാന്നുള്ള പാഠഭാഗം. അതിലുള്ള കഥാപാത്രങ്ങളും പ്രധാനപ്പെട്ടതാണ്. മക്കളെ, പഠിക്കാതെ പോവരുത്.